ഇപ്പോൾ എവിടെ നോക്കിയാലും നമ്മുടെ നാട്ടിൽ തെലുങ്ക് സിനിമയ്ക്കാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് എന്ന് പോസ്റ്റർ വൈസ് ഞാൻ കാണുമ്പോൾ തന്നെ. ഇപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഹിന്ദി പടത്തിന്, സെക്കൻഡ് തമിഴ്, തേർഡ് തെലുങ്ക് ഡബ് പടങ്ങൾ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മലയാളം പടത്തിന് പ്രിഫറൻസ് കൊടുക്കുന്നത്. ഞാൻ പഠിച്ചിട്ടുള്ളൊരു കാര്യങ്ങൾ, ഒരു കഥ പറയുമ്പോൾ അത് അവൻ ഈ കഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടാവും ഓരോ സീൻ കാണുമ്പോഴും. ആ ധാരണയെ തെറ്റിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളെ തെറ്റിക്കണം. അവൻ പറയുന്ന വഴിയിൽ കൂടി ചെന്നിട്ട് പുറകിൽ നിന്ന് അടി കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി അതിൻ്റെ പുറത്ത് ഒന്ന് കളിക്കുക. അപ്പോൾ അവൻ അംഗീകരിച്ചു തരും. അതല്ല അവൻ ഇങ്ങോട്ട് പോകുന്ന കഥ ചിന്തിക്കുമ്പോൾ ഇങ്ങോട്ട് പറഞ്ഞാലും കുഴപ്പമാണ്, അവൻ പോകുന്ന വഴിക്ക് പോയാലും കുഴപ്പമാണ്. ഒരു ബാലൻസ് എവിടെ? അതെ അതെ, അവൻ്റെ മേലെ നമ്മുടെ ബുദ്ധി കൊണ്ടൊന്ന് അവനെ കൊണ്ടൊന്ന് അംഗീകരിപ്പിക്കുക എന്ന് പറയുന്നിടത്താണ് നമ്മുടെ വിജയം. ഫാസിൽ സാറിന് കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തല്ലേ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് എങ്ങനെയായിരുന്നു? പുള്ളി ഞാൻ ആദ്യം ചെന്നപ്പോൾ ഫാസിൽ എന്ന് വിളിച്ചിട്ടാണ് സംസാരിച്ചത്. പക്ഷേ അത് ഫാസിൽ നിന്ന് വിളിക്കാൻ പാടില്ല, സാറെന്ന് വിളിക്കണമെന്നോ അല്ലെങ്കിൽ പാച്ചിക്കാന്ന് വിളിക്കണമെന്നോ പുള്ളി ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ തന്നെ പുള്ളി ഷൂട്ടിംഗ് സമയത്ത് സാറെന്നും അല്ലാത്ത വീട്ടിൽ വെച്ച് കാണുമ്പോൾ പാച്ചിക്കെന്നും വിളിക്കാൻ തുടങ്ങി. അത് പുള്ളിയുടെ ഒരു സ്വന്തം വലിയ കഴിവന്നെ, ഒരു ദൈവത്തിനെ പോലത്തെ മനുഷ്യനാണ്. കാരണം എനിക്ക് തോന്നുന്നില്ല അതിനുശേഷം പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും ഒരു സംവിധായകൻ അസിസ്റ്റൻസിൻ്റെ അടുത്ത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം, നിങ്ങൾ ഡയറക്റ്റ് ചെയ്യൂ എന്ന് പറയുന്ന സംഭവം അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഉറപ്പായിട്ടും ഉണ്ടായിട്ടില്ല. കാരണം ആരും പുതിയതായിട്ട് വരണ്ട എന്നാഗ്രഹിക്കുന്ന ഡയറക്ടേഴ്സിൻ്റെ കൂട്ടത്തിലാണ് സ്വന്തമായി റിസ്ക് എടുത്തുകൊണ്ട് പുതുമുഖങ്ങൾ വെച്ചിട്ട് പടം ചെയ്യാനായിട്ട് തയ്യാറായിട്ട് പാസ്സാകുന്നത്. മൈക്കിൾ എന്നുള്ള പേര് ലാലായത് എങ്ങനെയാണ്? ലാലിനെ എൻ്റെ പണ്ട് പോലെ വീട്ടിൽ വിളിക്കുന്നത് വേറെ ഒന്നല്ല, എൻ്റെ ഫാദർ സ്വല്പം ഈ കമ്മ്യൂണിസ്റ്റ് ചായ്വുണ്ടായിരുന്ന ആളാണ്. ചായ്വല്ല, പണ്ട് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഗാനമേളക്ക് പോവുക അങ്ങനെ പരിപാടി. പിന്നെ ഈ ലാൽ സലാമിന്ന് വന്ന ലാലാണ്. പള്ളിയിലിട്ടിരിക്കുന്ന പേരാണ് മൈക്കിൾ. സ്കൂളിലൊക്കെ പോൾ മൈക്കിൾ. നിങ്ങൾ 3 പേരാണല്ലേ? ഞങ്ങൾ 3 പേര്. അലക്സ് പോളും പിന്നെ ഷിബു എന്ന് പറഞ്ഞാണ് അവന് കാറ്ററിംഗിന്റെ ഒക്കെ പെറ്റ്സിന്റെ ബിസിനസ്. ആ കാലത്ത് ഒരു സിസ്റ്റർ ഉണ്ട്, നീന എന്നുണ്ടോള് ഇവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്. എല്ലാവരും കൊച്ചി തന്നെ? എല്ലാവരും കൊച്ചി തന്നെ. കൊച്ചി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൊച്ചിയെ കുറിച്ചുള്ള എനിക്കാണ് ലാലിൻ്റെ എല്ലാ സിനിമകൾക്കും ഒരു കൊച്ചി സ്വഭാവം ഉണ്ടായിരുന്നു അല്ലേ? എന്താ ശരിക്കും കൊച്ചിയെ കുറിച്ചുള്ള ഓർമ്മകൾ എന്താ? കൊച്ചിയെ കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും പുല്ലേപ്പിടിക്കാറുണ്ട്. പുല്ലേപ്പിടി എന്ന് പറഞ്ഞ സ്ഥലം, അവിടെയാണ് എൻ്റെ സുഹൃത്തുക്കളും നമ്മുടെ ചെറുപ്പത്തിലെ ജീവിതവും കാര്യങ്ങളൊക്കെ. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയായിരുന്നു. സിനിമ എന്ന് പറഞ്ഞ പ്രാന്ത. അതായത് 7 ദിവസം സിനിമ കാണുന്ന ആളായിരുന്നു, എല്ലാ 7 ദിവസം. ആഴ്ചയിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ സിനിമ കാണുന്ന ഒരാളായിരുന്നു. എന്ത് പടമായാലും ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ പടമൊക്കെ ഞാൻ 2 പ്രാവശ്യം 3 പ്രാവശ്യം. അപ്പൊ അങ്ങനെ അതായത് ഇന്ന സിനിമ എന്നില്ല, സിനിമ കാണണം എന്ന് വാശിയെടുക്കുന്ന ആള്. അപ്പൊ അന്ന് ഈ വൈകുന്നേരം ഒരു 7-7:30 മണിയാകുമ്പോൾ പുല്ലേപ്പടി നടക്കും, നേരെ തിയേറ്ററിൽ പോയി സ്ഥിരം മിക്കവാറും പോകുന്ന ശ്രീധറായിരുന്നു. അവിടെ ഇംഗ്ലീഷ് പടങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യം മാറും. ആ കാലത്തുള്ള ഫ്രണ്ട്സ് ഒക്കെ ഇപ്പോഴും അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ. കുഞ്ഞുമോൻ, സെന്നൻ, സിറാജ് സേട്ടു, സിദ്ദിഖ്, ഷംസു, ഉസ്മാൻ, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ മിമിക്രിയിലേക്ക് തിരികെ എന്താ കാരണം? മിമിക്രിയിലേക്ക് ആദ്യം സിദ്ദിഖിന്റെ ഗ്രൂപ്പ് വേറെ ആയിരുന്നു. ഒരു മുസ്ലിം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാറ്റിയിട്ടിരിക്കും. ഞങ്ങൾ ക്രിസ്ത്യൻസിന്റെ ഗ്രൂപ്പ് ഒരേ ഏരിയ തന്നെയാണെങ്കിൽ പോലും 2-2 ഇവർ തമ്മിൽ ആരും ബന്ധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരിക്കലും ഒരു നാടകം ഞങ്ങൾ കളിച്ചൊരു നാടകം ഇതിന്റെ സ്ക്രിപ്റ്റ് ഇവർക്ക് വേണ്ടി വന്നു, സിദ്ദിഖിന്റെ അവർക്ക്. അപ്പോൾ അവർ എൻ്റെ അടുത്താണ് വന്നത്, മറ്റേ സ്ക്രിപ്റ്റ് ഒന്ന് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു പ്രത്യുപകാരം പോലെ അവർ അതിനകത്ത് ആ ക്യാരക്ടറിൽ അതിൽ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ക്ഷണിച്ചു. അങ്ങനെ ഞാൻ ആ നാടകത്തിലേക്ക് അഭിനയിക്കാൻ വേണ്ടി പോയപ്പോൾ ഈ മൊത്തം ഗ്രൂപ്പും നാടകത്തിന്റെ റിഹേഴ്സൽ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. അങ്ങനെയാണ് രണ്ടും കൂടി ഒറ്റ ഗ്രൂപ്പായത്. ആ കാലത്ത് മിമിക്രി ആരെയൊക്കെ താങ്കളുടെ മാസ്റ്റർ പീസ് എന്തായിരുന്നു? മാസ്റ്റർ പീസ് മിക്കവാറിന്റെ ആക്ഷൻ കോമഡികളായിരുന്നു, യന്ത്രമനുഷ്യൻ എന്നൊക്കെ പറഞ്ഞത്. അതല്ലാതെ പിന്നെ ഫിലിം സ്റ്റാർസിനൊക്കെ അനുകരിക്കുമായിരുന്നു. പി.കെ. അബ്രഹാം, ജയൻ, പ്രേം നസീർ, APS ലളിത, കൊടിയേറ്റൻ ഗോപി. അതിനുശേഷം പിന്നെ എപ്പോഴെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ മറന്നു പോകും? ചെയ്യാൻ പറ്റില്ല. ഇല്ല. സിദ്ദിഖ് എന്താ ചെയ്തിരുന്ന ആ കാലത്ത്? സിദ്ദിഖ് അന്ന് KP ഉമ്മറിനെ അനുകരിക്കുമായിരുന്നു, ഷീലയെ അനുകരിക്കുമായിരുന്നു. അവരൊക്കെ ഇതായിരുന്നു. അത് മാത്രമല്ല സിദ്ദിഖിന്റെ കുറേ വളരെ ഫാസ്റ്റായിട്ട് സംസാരിക്കുന്നതിനകത്തുള്ള തമാശകൾ വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അഭിനയിക്കാൻ കുറച്ചും കൂടി ബെറ്റർ സിദ്ദിഖായിരുന്നു, കുറച്ചുകൂടി സ്റ്റേജിൽ അഭിനയിക്കാൻ.